നല്ല നല്ല കുറിച്ച് ചാകരയെപ്പറ്റി ഞങ്ങൾക്ക് അപ്പൂപ്പന്മാരിൽ നിന്ന് കേട്ടിട്ടുണ്ട്. ചാകര വരുമ്പോൾ അന്തരീക്ഷത്തിൽ ബാൻഡ് മേളങ്ങളും കുഴൽവിളികളും ഉയരുമെന്നും, അതുപോലെ തന്നെ ചാകര പോകുമ്പോൾ ബാൻഡ് മേളങ്ങളും കുഴൽവിളികളും അന്തരീക്ഷത്തിൽ മനോഹരമായ ശബ്ദം ഉരുവിട്ട് കടന്നു പോകുമെന്നും കേട്ടിട്ടുണ്ട്. എൻ്റെ സങ്കല്പത്തിന് ചേർന്ന് പറയുന്നത് കിഴക്കൻ വെള്ളം കുത്തിയിട്ട് ആ വെള്ളത്തിൽ വരുന്ന മാലിന്യങ്ങളെല്ലാം കൂടെ വന്ന് വീണ് അത് ചേറായി മാറുകയാണ്. ചേറായി മാറിയിട്ട് അത് പിന്നെ വലിപ്പത്തിൽ വളർന്ന് വരുന്നതോറും അത് വലിപ്പത്തിൽ വന്നിട്ട് അതിൽ നിന്നാണ് ഇത് ചാകരയായി വരുന്നത്. ഇത് ഈ ചാകര എന്ന് പറഞ്ഞാലേ ഏതാണ്ട് ജൂൺ കേരളത്തിൻ്റെ തീരപ്രദേശത്ത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ അതിൻ്റെ പറഞ്ഞാൽ മൺസൂൺ കാലം എന്ന് പറയും. ഈ കാലഘട്ടങ്ങളിൽ ശരിക്കും കടൽ കേരളത്തിൻ്റെ തീരപ്രദേശം ഒന്നാകെ ശരിക്കും ഈ പ്രക്ഷുബ്ധമായ കാലാവസ്ഥയായിരിക്കും. അതായത് കടൽ ശരിക്കും ഇളകുക, കടലിൻ്റെ ഇപ്പോഴത്തെ ഈ കാണുന്ന ശാന്ത സ്വഭാവം മാറി ശരിക്കും പ്രക്ഷുബ്ധമാകുന്ന അന്തരീക്ഷം. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൻ്റെ തീരപ്രദേശത്ത് നിന്ന് 560 കിലോമീറ്ററിൽ നിന്ന് ഒരു കാരണവശാലും മീൻ പിടിക്കാൻ കടലിലോട്ട് പോകാനൊക്കാത്ത ഒരു സ്ഥിതിവിശേഷം സംജാതമാകുന്നു. ഈ സമയത്ത് ഒരു 1.5-2 കിലോമീറ്റർ നീളത്തിൽ ചാകരയാകുന്ന പ്രതിഭാസം തെളിയുന്നു. പട്ടില്ലേ അയമാറിയോരുവല്ല ബീജിയാലി മൂസ ഉയ്യാവേളുത്തോരു ഭൂമീനും പട്ടാരേ അയജിയാതെ പൊയ്യാതെ കൊണ്ടേ കോടൈഷകൈ അയകത്തിയെടുത്തൈഷ കല്ലോടേണ ചേർത്ത് അയ്യതലയും പൂന്ത കണ്ടം നീരിച്ചൈഷ അയ്യണ്ണം പാതിനാരെ കണ്ട വളർച്ചയുള്ള വകയാണ്. അല്ല ഇതിന് ജീവനില്ലാത്ത വകയല്ല, ജീവനുള്ളതാണ്. എൻ്റെ അപ്പന്മാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, കടലിൽ കിടക്കുമ്പോൾ ഇത് സ്വര വിട്ടുകൊണ്ട് പോകുന്നത്. ഈ ചാകര പടിഞ്ഞാറുകൂടി സ്വരവും ഇട്ടുകൊണ്ട് പോകുന്നത് കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു.
മറിച്ചില്ലോ ഇല്ല 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 ഒരാളെ കയറാൻ പറ കേരളത്തിൽ വേറെ എവിടെങ്കിലും ചാകരയുണ്ടോ? വേറെ കേരളത്തിലല്ലാതെ വേറെ ഒന്നുമില്ല ചാകര. ചാകര എന്ന് പറയാനില്ല കേരളത്തിലല്ലാതെ. ഞാനിപ്പോൾ പോയിട്ട് മദ്രാസ് സ്റ്റേറ്റിൽ പോയി, പിന്നെ തെക്ക് കന്യാകുമാരി പോയി, ഇവിടെ എല്ലാം പോയിട്ട് ചാകരയൊന്നും കാണാനില്ല. ചാകര നമ്മൾ കാണുന്ന ഇതേ ഉള്ളൂ. ഇവിടെ കിടന്ന ചാകരകളുണ്ടല്ലോ, കടലിളകിയിട്ട് പടിഞ്ഞാറ് നോട്ടത്തിൽ കയറിങ്ങനെ പൊങ്ങി മുകളിൽ, വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങിയിട്ട് അതിൻ്റെ കിഴക്കശം ഉണ്ടായിരുന്ന മീനുകളുണ്ടല്ലോ എല്ലാം ഇങ്ങനെ ചെവിച്ച് വന്നിട്ട് ആളുകൾ ഒരുപാട് പിടിച്ചെടുത്തു, കൈ കൊണ്ട് വല കൊണ്ടുമൊക്കെ. അന്ന് ആളിറങ്ങി ചെന്നാൽ ഇങ്ങനെ താഴ്ന്നു പോകും, അത്ര കണ്ട് ചേറാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ചാകരയുടെ ഇവാലുവേഷൻ ഈ ഇന്ന വിധത്തിലാണ് എന്ന് ഒരു ശാസ്ത്രകാരന്മാരെ കൊണ്ട് ഇതുവരെ പറയാൻ സാധിച്ചിട്ടില്ല. അത് ശരിക്കും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തീരപ്രദേശത്ത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ വന്ന് അത് ശരിക്കും അനുഭവിച്ച് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ ഒരു മഹാപ്രതിഭാസമാണ് നടക്കുന്നതെന്നും ഇതിൻ്റെ പിന്നിൽ ആരോ ഒരു വലിയ ശക്തി പ്രവർത്തിക്കുന്നു എന്നൊക്കെ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്ന അത് സംഭവം കണ്ടു കഴിയുമ്പോഴാണ്. ഇപ്പോൾ പറഞ്ഞാൽ ഈ 2 കിലോമീറ്റർ നീളത്തിൻ്റെ അപ്പുറത്തും തെക്കോശയും വടക്കോശയും ഉള്ള പ്രദേശത്ത് കടലിങ്ങനെ അലറി വിളിച്ചിട്ട് കടലിങ്ങനെ വരും. പക്ഷേ ഇതിൻ്റെ ഈ 2 കിലോമീറ്ററിൻ്റെ അതിർത്തി, ഈ ചാകര സ്ഥിതി ചെയ്യുന്നതിൻ്റെ അതിർത്തിക്ക് വരുമ്പോൾ അതിനെ ഈ തിരമാലകളെ കീപ്പ് ചെയ്ത് അവൻ്റെ ഒരു ശക്തിയും ഇങ്ങോട്ട് കടത്തിവിടാതെ ഒരു വലിയ, ചുരുക്കി പറഞ്ഞാൽ ഒരു വലിയ മതിൽ പോലെ തന്നെ അതിനെ തടഞ്ഞു നിർത്തിയിട്ട് ഈ ശാന്തത ഇവിടെ സ്ഥിരമായിട്ട് ആ ശാന്തതയെ ഉറപ്പിച്ചു നിർത്താനായിട്ട് ചാകരക്ക് കഴിയുന്നു എന്നുള്ളതാണ്. എൻ്റെ കുട്ടിക്കാലത്ത് 2 വലിച്ചാണ് പണിക്ക് പോകുന്നത്. പണിയെടുത്ത് ആകെ കിഴക്ക് വരികയാണ്, അങ്ങനെയാണ് ചെയ്യുന്നത്. വള്ളത്തിൻ്റെയും വലയ്ക്കും വലിപ്പം ഒക്കെ പറഞ്ഞ കൊച്ചാണ്. ഇന്നത്തെ കണക്കിന് അതിൻ്റെ ഒരു 10-1 അംശമില്ല അന്ന് ഞങ്ങൾ പണിയെടുക്കുന്ന വല. വള്ളവും അത് തന്നെ. അന്ന് വലിയ വള്ളമാണ് ഈ ഇരിക്കുന്നത്. അന്നെന്ന് പറഞ്ഞാൽ ഇത്രയും പടിഞ്ഞാറ് നമ്മൾ പോയിച്ച് വന്നാലും കരക്ക് ലെക്കിന് വരും. അതായത് ഈ വെള്ളത്തിൻ്റെ മൂചിതെറുപ്പുണ്ടല്ലോ, അത് നോക്കി കിഴക്കോട്ട് വരും. ഈ കര മറഞ്ഞു പോയാൽ അങ്ങനെയാണ് വരുന്നത്. എല്ലാം വരാൻ നോക്കിയില്ല. പിന്നെ രാത്രിയാണ് നക്ഷത്രങ്ങളുടെ ലെക്ക് കിട്ടും, അങ്ങനെ വരും.
പകല് ഈ സൂര്യനിരിക്കുന്നത് കാണാമല്ലോ നമുക്ക്, അങ്ങനെ എനിക്ക് കിഴക്ക് എന്നുള്ള രീതിക്ക് അങ്ങനെ വരും. അല്ലെങ്കിൽ കാറ്റിന് ഈ വള്ളത്തിൽ പായുണ്ട്, ഈ തോണിക്കാരൻ്റെ പായില്ലേ, അതുപോലെ പായുണ്ട്, ആ പായ കെട്ടി കിഴക്ക് വരും. ആ പാട്ടൊക്കെ പാടും, പാട്ട് പിന്നെ ഇല്ലാതെ ഉണ്ടാകും. പാട്ട് പാടാം. ഓ ഇപ്പൊ പാടാൻ വലിയ പ്രയാസമാണ്. ഒരടി പാടിക്കോളി, നല്ലടി പാടിക്കോളി, ഏ? നല്ല പാട്ടിന് ഒരടിയെന്ന് പാടിക്കോളി. അറിയാവുന്നതല്ലേ പഴയ പാട്ട്. ആ. പഴയ പാട്ടല്ലേ, ആരും മിണ്ടില്ല, ആരും മിണ്ടില്ല, അപ്പം പാടും. ആ. പാടുമ്പോ മിണ്ടരുത്. കറുത്ത പെണ്ണ് നിന്നെ കാണാഞ്ഞൊരു നാളല്ലേ, പരുത്തപ്പെട്ടു ഞാനൊരു തുമ്പ്യായി പറന്നല്ലോ, തുമ്പ്യായി പറന്നു ഞാനൊരു പള്ളി വാതുക്കൾ ചെല്ലുമ്പോൾ, പൂമാല പൈതലെന്നെ പൂകൊണ്ടെറിഞ്ഞല്ലോ, അപ്പൂവും ചൂടി ഞാൻ കണ്ണീർ കായ്ച്ചെല്ലുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന സകല വള്ളപ്പാട്ട് മനസ്സിലിരിപ്പുണ്ട്. പാട്ടെല്ലാവർക്കും അറിയാവുന്നത്, പക്ഷെ ഇപ്പൊ പാടാത്തതുകൊണ്ട് സാധാരണ ഉണ്ടല്ലോ, നമ്മള് മത്സ്യബന്ധനത്തിന് പോയിക്കൊണ്ടിരിക്കുമ്പോഴേ ഈ കടലിലെ നിറവനുസരിച്ച്, കടലിലെ വെള്ളത്തിന്റെ നിറം മാറുന്ന അനുസരിച്ച് പ്രകൃതിക്ഷോഭം ഉണ്ടാകുമെന്ന് നമ്മൾ കണക്കൂട്ടിയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ. ഉണ്ട്. കടലിളകുമെന്ന് നമുക്ക് തോന്നുന്ന ചില പിന്നെ മുന്നറിയിപ്പുകളൊക്കെ ഉണ്ടാവും. മുന്നറിയിപ്പുകൾ ഉണ്ടാകുമ്പോ അങ്ങനെ കര പറ്റിയിട്ടില്ല. ഉണ്ട് ഉണ്ട് പല പ്രാവശ്യവും പറ്റിയിട്ടുണ്ട്. എന്നാ വിളിച്ച അത് അനുസരിച്ചിട്ട് മത്സ്യത്തൊഴിലാളി കരക്ക് വരികയും ചെയ്യും. ഇങ്ങനെ പറയുന്ന പോലെയൊന്നും അല്ല. അന്ന് അത് മനസ്സിലാക്കി പോകുന്നവരുണ്ട്, അല്ലാത്തവർക്കാണ് അപകടം സംഭവിച്ചത്. അത് എപ്പോഴും എക്കാലത്തും ഉണ്ടാവില്ലേ? പണിക്ക് പോകാഞ്ഞവരില്ലേ? പോയി ഞങ്ങളൊക്കെ അന്ന് കടലുള്ളവരാ. അന്ന് ആ വെള്ളത്തിന്റെ ലക്ഷണം കണ്ട് കോള് വരുമെന്ന് മനസ്സിലാക്കി കരപ്പിടിച്ചവരാ. ചൂണ്ടക്കാർ മീൻ ചോദിച്ചിട്ട് കൊടുത്തില്ല, വരുമെന്ന് ഈ കടലിലുള്ള മറ്റു മത്സ്യങ്ങള് ഈ കടൽ ഇളകുന്നതിന് മുൻപായിട്ട് എന്തെങ്കിലും പ്രത്യേകതകൾ കാണിക്കും. അത് ഏത് തരം മത്സ്യമാണ് ഇങ്ങനെ? ചെമ്മീൻ പ്രത്യേകിച്ച് പറയും, കടലിൽ ശോഭിക്കും എന്നുള്ളത് ചെമ്മീൻ പ്രത്യേകിച്ച് പറയും. അത് കാണിക്കുന്നത് വലയുടെ അകത്ത് ചെമ്മീൻ കുടുങ്ങിക്കഴിഞ്ഞ് നമ്മൾ ഇതെല്ലാം കൂടെ വല തട്ടിക്കൂട്ടി ഒതുക്കി ഒരു പാട്ടി കൊണ്ടുവരുമല്ലോ. കൊണ്ടുവന്ന് വള്ളത്തിന്റെ കള്ളിയിൽ മറിക്കുന്നതിന് ലേശം മുമ്പായിട്ട് വിച്ചുമ കുരുകുരുകുരുകുരെന്ന് പറഞ്ഞ ഒരു മാതിരി ബഹളം ഉണ്ടാക്കും. അപ്പൊ മത്സ്യത്തൊഴിലാളികൾ പറയും എന്തോ കാണിക്കാൻ, പ്രകൃതി വ്യത്യാസം കാണിക്കാൻ പോവുകയാണ് എന്ന് പറയും. കുട്ടിക്കാലത്ത് ഞങ്ങൾ തണ്ട് വലിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. തണ്ട് വലിച്ചാണ് ഞങ്ങൾ പോകുന്നത്. അതായത് ഒരു വലിയ വെള്ളത്തെ ഞങ്ങൾ 14 ആൾ കയറും. 12 തണ്ടും 2 തൊഴി. അത് കാരണം ഞങ്ങൾ ഏതാണ്ട് ഒരു ആഴക്കടൽ എന്ന് പറഞ്ഞ ഒരു 12 പാം വെള്ളം വരെ പോകത്തുള്ളൂ, അതിലപ്പുറം പോകുകയില്ല. പിന്നെ ഇപ്പോഴങ്ങനെയല്ല, ഇപ്പോൾ ഞങ്ങളൊരു 40 പാം വരെയൊക്കെ പോകും. പോയിച്ചാൽ ഞങ്ങളൊക്കെ കര വരും. അപ്പോൾ ഒരുപാട് ചിലവുണ്ട്. അങ്ങനെയാണ് ഇപ്പോഴത്തെ മീൻപിടുത്തം. പക്ഷേ കുട്ടിക്കാലത്ത് അങ്ങനെയൊന്നുമില്ലായിരുന്നു, ചിലവൊന്നുമില്ല നമുക്ക്.
ഈ മീൻ കിട്ടിയാൽ തന്നെ വിലക്കുറവ്, ചിലവ് കുറവായിരുന്നു. അപ്പോൾ അത് കാരണം വെച്ച് ഞങ്ങൾ വളരെ വിഷമിച്ചാണ് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ജീവിച്ചു വന്നത് മുന്നോട്ട്. ഇന്ന് ഞങ്ങൾക്ക് അങ്ങനെ ഒരു വലിയ കുഴപ്പമായിരുന്നു കാണുന്നില്ല. മുൻകാലങ്ങളിൽ തീരപ്രദേശങ്ങളിൽ ചെമ്മീൻ കൂടുതലായി കിട്ടിയിരുന്ന ചാകര സമയങ്ങളിൽ ആ ചെമ്മീനിൽ തന്നെ വലിയ ചെമ്മീൻ എന്ന് പറയുന്ന നാരൻ ചെമ്മീൻ അത് ഉപയോഗിക്കാതെ ദൂരെ വലിച്ചെറിയുന്ന ഒരു സംവിധാനമാണ് തീരപ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നത്. മറിച്ച് സായിപ്പന്മാർ വന്ന് അതിന് വിദേശ മാർക്കറ്റുകൾ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ നാരൻ ചെമ്മീൻ ധാരാളമായി പിടിക്കാനുള്ള ഒരു തീഷ്ണത മത്സ്യത്തൊഴിലാളികൾ ഉണ്ടാകുകയും മറ്റ് ഇതര ചെമ്മിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നാരൻ ചെമ്മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഉത്സാഹപൂർവ്വം ചാകര സമയങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ പോകുന്ന ഒരു സംവിധാനമാണ് ഇന്ന് ഈ നിലവിലുള്ള കാലഘട്ടത്തിലുള്ളത്.
കറങ്ങി അടിക്കാൻ ഈ ചാകര സീസണിൽ ഇഷ്ടം പോലെ മീൻ കിട്ടുമായിരുന്നു. പക്ഷേ അന്ന് ഈ മീൻ ഇതുപോലെ ദൂരെ ദേശത്തു നിന്ന് കൊണ്ടുപോകുന്ന സമ്പ്രദായമില്ല. ഇവിടെ തന്നെ വീച്ചൊഴിച്ചാലും ബാക്കി ഈ കൂടങ്ങളിൽ കിടന്നു വഷളായി പോവുകയുള്ളൂ. ഇത്രയും വിലയൊന്നുമില്ല, ധാരാളം മീനും ഉണ്ടാകും. അതായിരുന്നു ഞങ്ങളുടെ ആ ചെറുപ്പ പ്രായത്തിലുള്ള അനുഭവങ്ങൾ. ഇന്നത്തെ പോലെ ഉള്ള ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒന്നും അന്നില്ല. കൂടുതൽ പടിഞ്ഞാറോട്ടൊന്നും പോകാതെ തന്നെ, ആഴക്കടലിൽ പോകാതെ തന്നെ മീൻ കരക്കുമെന്ന് കിട്ടുമായിരുന്നു. അങ്ങനെ കിട്ടുന്ന മീൻ എന്ന് പറഞ്ഞാൽ വള്ളം നിറയെ കിട്ടും, വില കിട്ടുകയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളാണ് ഇതിന് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. ഇന്ന് അതേ സമയത്ത് വളരെ അഗാധമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോകണം, അന്വേഷിക്കണം. അങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തി വല നിറയെ മീൻ വീണ് കഴിഞ്ഞാൽ അതും കൊണ്ട് കരക്ക് വന്ന ചാകര സീസൺ അല്ലെങ്കിൽ വളരെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന കാലഘട്ടങ്ങളാണ് ഇന്ന്. അട്ടിന്റെ പുറത്ത് പോയിരിക്കാൻ നോക്കുക. അട്ടിന്റെ പുറത്ത് പല നാട്ടിട്ടുണ്ട്, പല ആണ്ട് ഇതുപോലെ അങ്ങോട്ടേ ഉള്ളൂ. ഉപയോഗം വരും വഴിയും വരികയാണ്.
ഒരാങ്ങോട്ട് വലിക്കാൻ പറഞ്ഞു ആ മുറി അങ്ങോട്ട് മാറി ആ മുറിയാണ് മാറി ആ മുറിയാണ് മാറി ചെറിയ മുറി ശരിക്കും മീൻ ഈ ചാകര പ്രദേശങ്ങളിൽ അഭയം തേടുന്നു. അതിൻ്റെ വെളിച്ചത്തിലാണ് ഞാനിപ്പോൾ ഒരു 10-20 വർഷമായിട്ട് കടലിൽ പണിയെടുത്തിട്ടുള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറഞ്ഞത് ശരിക്കും മീൻ ഈ ശാന്തത തേടി വരുന്നു. മറ്റെങ്ങും കാണപ്പെടാത്ത മീൻ എവിടെ ഉണ്ടെങ്കിലും ഈ ചാകരയിൽ വരും. അത് ഞങ്ങൾ പരമ്പരാഗതമായിട്ട് വിശ്വസിച്ച് പോരുന്നു, അനുഭവപ്പെട്ടു പോരുന്നു. മീൻ ഏത് പ്രദേശത്തുണ്ടെങ്കിലും ചാകരമുള്ള പ്രദേശത്ത് മീൻ വരിക. എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്: മനുഷ്യൻ ശാന്തത തേടുന്ന പോലെ തന്നെ മീനുകളും മറ്റിതര ജീവികളും ശാന്തത തേടുന്നു. ശാന്തത അതിന് എവിടെ അനുഭവപ്പെടുന്നുവോ അവിടെ സ്ഥിതി ചെയ്യുവാനും അവിടെ സ്ഥിരം താമസിക്കുവാനും മനുഷ്യർ ശാന്തത ഉള്ള സ്ഥലത്ത് താമസിക്കുവാൻ മനുഷ്യരായ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഈ ശാന്തതയുള്ള കടലിൽ താമസിക്കാനായിട്ട് മീനുകളും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഞങ്ങളതിനെ വഞ്ചിക്കുകയാണ്. അവരുടെ ആ ശാന്തതയിൽ സ്ഥിതി ചെയ്യാനുള്ള മീനുകളുടെ മനോഭാവം ചൂഷണം ചെയ്താണ് ഞങ്ങൾ ജീവിക്കുന്നത്. ശരിക്കും ഞങ്ങൾ കൊയ്തെടുക്കും, മീൻ വരും, ഞങ്ങൾ ചെല്ലും, ഞങ്ങൾക്കറിയാം മീൻ ഇവിടെ ഉണ്ടാകുമെന്ന്. പക്ഷേ വാസ്തവം മീൻ ഈ ശാന്തത തേടിയാണ് ഇവിടെ വരുന്നതെങ്കിൽ ഞങ്ങൾ അതിനെ പിടിച്ചെടുത്ത് അതിനെ വിറ്റ് ഉപജീവനമാർഗം കഴിക്കുന്നു എന്നുള്ളതാണ്. വരുത്തപ്പെട്ട് ഞാനൊരു വണ്ടായി ചാമഞ്ഞല്ലോ, വരുത്തപ്പെട്ട് ഞാനൊരു വണ്ടായി ചാമഞ്ഞല്ലോ, വണ്ടായി ചാമഞ്ഞു ഞാനൊരു തുമ്പായി പറന്നല്ലോ, ചാമഞ്ഞു ഞാനൊരു തുമ്പായി പറന്നല്ലോ, തുമ്പായി പറന്നു ഞാനൊരു വള്ളി വാതിക്ക ചെല്ലുമ്പോൾ, തുമ്പായി പറന്നു ഞാനൊരു വള്ളി വാതിക്ക ചെല്ലുമ്പോൾ, പൂമാല പൈതലെന്നൊരു പൂവൊണ്ടെറിഞ്ഞു, പൂമാല പൈതലെന്നൊരു പൂവൊണ്ടെറിഞ്ഞു, ഞാനൊരു ആറ്റിറമ്പേ ചെല്ലുമ്പോൾ, അപ്പൂവും ചൂടി ഞാനൊരു ആറ്റിറമ്പേ ചെല്ലുമ്പോൾ, ഒരുത്തൻ പാതിനെട്ട് മോതിരം തന്നല്ലോ, ഒരുത്തൻ പാതിനെട്ട് മോതിരം തന്നല്ലോ, ചെമ്പല്ലിരുമ്പല്ല പിച്ചേള ഓടല്ല, ചെമ്പല്ലിരുമ്പല്ല പിച്ചേള ഓടല്ല, മോതിരം പതിനെട്ട് തങ്ക പൊന്മോതിരം, മോതിരം പതിനെട്ട് തങ്ക പൊന്മോതിരം, തൊട്ടിനകത്തൊരു മീൻകളി കാണാൻ പോകായോ, തൊട്ടിനകത്തൊരു ഇപ്പോഴും ചാകര പ്രദേശത്ത് ഐശ്വര്യത്തിന് നിറയ്ക്കാത്ത ഈ ഈശ്വര സംബന്ധമല്ലാത്ത മറ്റ് എന്തെങ്കിലും സമൂഹത്തിൽ നമ്മൾ ഇന്ന് മാനവംശം ഒന്നിച്ച് കാണുന്ന ഈ സദാചാര വിരുദ്ധമായ പ്രവർത്തനങ്ങൾ, അതായത് മദ്യപാനം, വ്യഭിചാരം, മറ്റ് കൊള്ളയടിക്കൽ,
മറ്റ് നീതിക്ക് നിരക്കാത്ത പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ഈ ചാകരയെ കേന്ദ്രമാക്കി ആരെങ്കിലും നടത്തിയാൽ താമസിയാതെ ചാകര പോകും എന്ന് ഞങ്ങൾ വിശ്വസിച്ചു പോരുന്നു. അങ്ങനെ ചില അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ചാകര അപ്പന്മാരുടെ കാലം മുതൽ ഞങ്ങൾ വിശ്വസിച്ചു പോരുന്നത് ഈ ചാകര ജീവനുള്ളൊരു സാധനമാണെന്നും ഇതിൻ്റെ ഈ ചാകരയുടെ ആത്മാവാകുന്ന സാധനം ഈ കന്നുകാലികളുടെ കൂട്ടത്തിൽ മേയുമെന്നും ഒക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് രാത്രി കാലങ്ങളിൽ കൂട്ടമായിട്ട് കന്നുകാലികളെ അഴിച്ച് വിട്ട് മേയിക്കുന്ന ഒരു ഏർപ്പാട് തീരദേശത്തുണ്ട്. അപ്പോൾ അങ്ങനെ കന്നുകാലികൾക്ക് തീരത്ത് വന്ന് രാത്രിയുള്ള മേച്ചിൽ കഴിഞ്ഞ് അതിൻ്റെ വിശ്രമസ്ഥാനം തീരപ്രദേശത്ത് ചില ഇടങ്ങളിലൊക്കെ വന്ന് കൂട്ടമായിട്ട് കന്നുകാലികൾ തമ്പടിക്കുന്നൊരു പ്രവണതയുണ്ട്. ഇങ്ങനെ ഈ ചാകര പ്രദേശത്ത് ഇങ്ങനെ കന്നുകാലികൾ വന്ന് തമ്പടിച്ച് ഉറങ്ങുമ്പോഴത്തേക്ക് ആ കൂട്ടത്തിൽ ഈ ചാകരയുടെ ആത്മാവാകുന്ന ചാകരച്ചങ്കെന്ന് പറയും, അതും വന്ന് ഇതിൻ്റെ കൂടെ വിശ്രമിക്കുന്നതായിട്ടും അതിനെ ശല്യപ്പെടുത്തിയിട്ടുള്ള പ്രദേശത്ത് നിന്ന് ആ ജീവി കടലിലോട്ട് ചാടിപ്പോയപ്പോഴത്തേക്ക് ഒപ്പം ചാകരയും പോയിട്ടുള്ളതായിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ഇത് എൻ്റെ അനുഭവമല്ല, ഇതിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്.